ഹല്ലേലൂയ. ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അവിടെ 11-ാം അധ്യായത്തിൽ ശ്വാസവീരന്മാരുടെ ഒരു വലിയ പട്ടിക പൗലോസ് അവിടെ നിരത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അത് അക്കാലത്ത് മാത്രമല്ല, ഇന്നും പലയിടങ്ങളിൽ ദൈവം ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നൈജീരിയയിലെ പാസ്റ്റർ ഡാനിയേൽ മരണശേഷം 3-ാം നാൾ ജീവൻ തനിക്ക് മടക്കി കിട്ടുവാനായിട്ട് ഇടയായി. പാസ്റ്റർ ഡാനിയേൽ നൈജീരിയയിലെ ഉനിസ്റ്റയിലുള്ള ഒരു ലോക്കൽ സഭയിലെ പാസ്റ്ററായിരുന്നു. ഭാര്യയും 2 മക്കളുമാണ് തനിക്ക് ഉള്ളത്. 2001 നവംബർ 30-ന് യാത്ര ചെയ്യവേ തന്റെ കാർ വലിയ ഒരു കൊക്കയിലേക്ക് പതിക്കുവാനായിട്ട് ഇടയായി. അവിടെ ഒരു വലിയ കരിങ്കല്ലിൽ ചെന്നിടിച്ച് തന്റെ ശ്വാസം നഷ്ടപ്പെട്ടു. പിന്നീട് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ തന്റെ കുടുംബ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ കുടുംബ ഹോസ്പിറ്റലായ സെന്റ് യൂനിസ് ക്ലിനിക്കിൽ പിന്നീട് എത്തിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. മരണം അവിടെ വെച്ച് സ്ഥിരീകരിക്കുവാനായിട്ട് ഇടയായി. ജഡം 3 ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കുകയും മരണ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുവാനിടയായി. എന്നാൽ 2001 ഡിസംബർ 2-ാം തീയതി 12 മണിക്ക് ഒനിഷ്ട പട്ടണത്തിലെ കിങ്ഡം ലൈഫ് വേൾഡ് ഇവാഞ്ചലിസം എന്ന ഒരു ആരാധനാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തുവാനായിട്ട് പ്രശസ്ത ദൈവദാസൻ റെനാൾഡ് ബോങ്കെ അവിടെ എത്തുന്ന വിവരം തന്റെ ഭാര്യ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അവര് വളരെ വിശ്വാസത്തോടെ തന്റെ അമ്മായിയപ്പനെയും കൂട്ടി ആ ലക്ഷങ്ങൾ കൂടുന്ന അവിടേക്ക് ചെല്ലുവാനിടയായി. എന്നാൽ അവിടേക്ക് അവരെ കടത്തി വിട്ടില്ല. ഈ ഡെഡ് ബോഡിയുമായിട്ടാണ് ആംബുലൻസിൽ ചെന്നത്. എന്നാൽ പിന്നെയും നിർബന്ധത്താൽ അവിടെ ചെന്ന് ഈ ഡെഡ് ബോഡി വെട്ടിയിൽ നിന്നെടുത്ത് അവിടെ ഒരു മേശയിൽ കിടത്തുവാനിടയായി. അനേക പാസ്റ്റർമാർ ചുറ്റും നിന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശക്തിയായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഡാനിയേൽ എന്ന ദൈവദാസന്റെ കൈയും കാലും ചലിക്കുവാനായിട്ട് ഇടയായിത്തു. ഇത് കണ്ട മാത്രയിൽ ഒരു ദൈവദാസൻ അല്പം ഭയപ്പെട്ട് പിന്നോട്ട് ചലിക്കുവാനായിട്ടും ഇടയായിത്തു. ഈ വിവരമറിഞ്ഞ ബോങ്കെ താൻ ശക്തമായി വീണ്ടും പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം അദ്ദേഹത്തിന്റെ ജീവൻ മടക്കി കൊടുക്കുവാനായിട്ട് ഇടയായിത്തു. താന് മരിച്ച ആ സന്ദർഭത്തിൽ ദൂതന്മാർ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയും അനേക കാഴ്ചകൾ തന്നെ കാണിക്കുകയും ചെയ്തു എന്ന് തന്റെ അനുഭവ സാക്ഷ്യത്തിൽ പറയുന്നു. എന്നാൽ ഇവിടെ തന്റെ ഭാര്യയും അതേപോലെ കർത്താവിന്റെ ദാസൻ ബോങ്കയും ശക്തമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കർത്താവ് ഈ ഡാനിയേൽ എന്ന ദൈവദാസനെ വീണ്ടും മടക്കി അയച്ചുകൊണ്ട് അനേകർക്ക് വിടുതല ആയിത്തീരേണ്ടതിനു വേണ്ടി, അനേകരെ ജീവങ്കലേക്ക് നടത്തേണ്ടതിനു വേണ്ടി ദൈവം തന്നെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായ ഒരു സാക്ഷ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അധികകാലം മുമ്പുള്ളതായ ഒരു കെട്ടുകഥയല്ലല്ലോ. 2001 ഡിസംബർ 2-ാം തീയതി നടന്നതായ ഒരു സംഭവമാണ്. ലോകം മുഴുവൻ ഈ വാർത്ത പരന്നിട്ടുമുണ്ട്. കർത്താവ് ഇന്നും ചില വീര്യപ്രവർത്തികൾ കർത്താവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചവരെ എല്ലാം വീണ്ടും പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാം എന്ന്
നാം ചിന്തിക്കുകയും വേണ്ട. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തില് ദൈവം തന്റെ പ്രവൃത്തി ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ ആത്യന്തികമായ ദൈവിക ലക്ഷ്യം ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് ആത്മാക്കളെ നിത്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിത്യജീവനാണ് ആത്യന്തികമായ ലക്ഷ്യം. ലോകം മുഴുവൻ നേടിയാലും നിന്റെ നിത്യജീവൻ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് ബൈബിളിലെ ആ ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നെങ്കിൽ ഇന്നും ചില അത്ഭുതങ്ങളിൽ കൂടെയും അടയാളങ്ങളിൽ കൂടെയും വീര്യപ്രവൃത്തികളിൽ കൂടെയും വിശ്വസിക്കുന്ന ദൈവമക്കളിലൂടെ കർത്താവ് ചെയ്യുവാൻ ശക്തനാണ്. ആ ദൈവ കരങ്ങളിൽ സംശയിക്കാതെ നമുക്ക് വീണ്ടും ഏൽപ്പിക്കാം. അവിടുന്ന് അതിനായി നമ്മയും ബലപ്പെടുത്തുമാറാകട്ടെ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേൽ